ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്നെൻ്റെ എൻട്രി വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡേറ്റ് വരുന്നത് 8/8/2024. ഒരു ഷോർട്ട് പൊസിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഓക്കെ ട്രേഡേഴ്സ്, അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്തായാലും ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു റിജക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെന്നുള്ളത്. കാണാം നമുക്ക്. ഞാൻ എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ കണ്ട ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിനു ശേഷം
ഓൾറെഡി നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ കൺസോളിഡേഷൻ ആണ് 2-3 ദിവസമായിട്ടല്ലേ. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈ സൈഡെല്ലാം ടേക്ക് ചെയ്തതിന് ശേഷം ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ആക്കട്ടെ, ബൈ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടില്ല, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ് ഇത് കാണോ, OB മൈനസ്. ഓക്കെ, ഈ ഒരു OB ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ബ്രേക്കിൽ നിന്നുണ്ടായിരിക്കുന്ന ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കാണാം അല്ലേ. 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക് കാണാം. ബ്രേക്ക് വിത്ത് FVG ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ബ്രേക്ക് ഇവനിലേക്ക് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് കണ്ടില്ലേ, ഇവിടെ ഒരേ സമയം ബൈ സൈഡ് FVGസും ഉണ്ട്, അതുപോലെ തന്നെ സെൽ സൈഡ് FVGകളും ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയാ, മാർക്കറ്റ് ഒരു ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50-50 ചാൻസ് ആണ് ഉണ്ടാവുക. കാരണം ബൈയിലേക്കും പോവാം, സെല്ലിലേക്കും പോവാം. അപ്പം ഇന്നൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ, അതായത് ഓവറോൾ ഒരു കൺസോളിഡേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കൂടുതൽ റിസ്ക് എടുക്കാതെ ഈ ഒരു രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറിയത്. പക്ഷെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ ബിയറിഷ് തന്നെയാണ്. ഈ ഒരു ലോ ടേക്ക് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ ഒരു ലോ ടേക്ക് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഇതൊരു പ്രീവിയസ് ഡേ ഹൈയും കൂടെയാണ്. ഓക്കെ, അപ്പോ അതാണ് ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ മാർക്കറ്റ് നമ്മുടെ ആ ഹൈ ടേക്ക് ചെയ്തതിന് ശേഷം നല്ല ബിയറിഷ് മൊമെന്റം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ പ്ലാൻ എന്തായിരുന്നോ ആ പ്ലാനിലൂടെ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തു. ശേഷം SLO ബ്രേക്ക് ഈവനോ, ഞാൻ ബ്രേക്ക് ഈവൻ അങ്ങനെ ആകാറില്ല. കാരണം ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞ് ഓവറോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് ആണെങ്കിൽ മാത്രമേ ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് മാറാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് മാറാറില്ല, SL വാങ്ങിക്കുകയാണ് ചെയ്യുക അഥവാ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ട്രേഡിലൂടെ കാണാം ട്രേഡേഴ്സ്. ബൈ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തായി ഭാഗം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ട്രേഡിലൂടെ കാണാം ട്രേഡേഴ്സ്. ബൈ.